ഹലോ, ഞാനും ചേച്ചിയും കൂടെ ഇന്നൊന്ന് കറങ്ങാനിറങ്ങിയതാണ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞങ്ങൾ രാവിലെ ബസ് കയറി കായംകുളത്ത് വന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ കയറി ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു. പറഞ്ഞെന്നാട്ടോ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ പേര്. അപ്പം അവിടെ വന്ന് കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു. ഞങ്ങൾ വന്നപ്പം ചേച്ചി ഭയങ്കര പാചകത്തിലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ റെഡിയാക്കുമായിരുന്നു. ചേച്ചിയെ കൊണ്ട് വെളുത്തുള്ളിയൊക്കെ അരിയിപ്പിച്ചു. എന്തായാലും വന്ന് എല്ലാവരും പണി കൊടുത്തേക്കാണെന്ന് വിചാരിച്ചു. ഞങ്ങൾ സ്റ്റെയർ കയറി മുകളിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കായംകുളം കായലോ അതൊക്കെ കാണാം കേട്ടോ. അവിടെ നിന്ന് അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ടി വി ഒക്കെ കണ്ടു. അങ്ങനെ ചേച്ചി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ചേച്ചി അമ്മയും കൂടെ ആയിട്ട് ഒന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ചേച്ചി 1.5 മണിക്കൂറത്തേക്ക് ഒരുങ്ങാൻ പോയിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഓച്ചിറയിലൊന്ന് പോകാൻ. എല്ലാവർക്കും അറിയാമല്ലോ, ഓച്ചിറ 12 വിളക്ക് വലിയ ആഘോഷമാണ്. അപ്പം ഈ വട്ടം ഞങ്ങൾ ഫാമിലി ഇല്ലാതെ പോകുന്നത്. ഫാമിലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബിസിയാണ്, ആർക്കും കൊണ്ടുപോകാൻ സമയമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ തനിയെ പോകാമെന്ന് വിചാരിച്ചു. സൺസ്ക്രീൻ പ്ലസ് ഇത് എവിടുന്ന് കണ്ടുപിടിച്ചതൊക്കെ? ഇന്നലെ ഞാൻ പരീക്ഷിച്ചു. നൈസായിരുന്നു. നല്ല കെമിക്കൽ റിയാക്ഷനും ഉണ്ടാവരുത്. കളർ നോക്കി എത്രയായിരുന്നു? അങ്ങനെ ഞങ്ങൾ 2:45-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി പോകാൻ വേണ്ടി. ഞങ്ങളെന്തോ ബസ്സിന് പോകാൻ ആയിരുന്നു തോന്നുന്നു പ്ലാൻ. പിന്നെ ചേച്ചിയുടെ അച്ഛൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഓട്ടോയ്ക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കുറച്ച് നടക്കണം ഓട്ടോ സ്റ്റാൻഡിലോട്ട്. എന്നിട്ട് ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകാനായിരുന്നു. ഇത് അവരുടെ അടുത്തുള്ളൊരു അമ്പലമാണ്. അതൊക്കെ കണ്ടു. പിന്നെ എന്തൊക്കെയൊക്കെയോ മണ്ടത്തരങ്ങളൊക്കെ സംസാരിച്ചിട്ട് രണ്ടുപേരും കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലെത്തി. ഓട്ടോയ്ക്ക് കയറി. ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൻ്റെ പുറകു വരെ വിട്ടു. എന്നിട്ട് കുറച്ച് നടക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഓച്ചിറ അമ്പലത്തിൻ്റെ പുറവശം ആദ്യമായിട്ടോ കാണുന്നത്. ഇത്രയും നാളും വന്നിട്ടുണ്ടെങ്കിലും പുറകെ കൂടെ ഞാൻ ആദ്യമായിട്ടോ വരുന്നത്. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു. അവിടെ റൈഡ് കയറില്ലെങ്കിലും നമുക്ക് പുറത്ത് നിന്ന് ഇഷ്ടം പോലെ ചിരിക്കുക, ഓരോരുത്തർ കാണിക്കുന്നതൊക്കെ കണ്ട്. തൊഴാൻ വേണ്ടി അങ്ങോട്ട് പോയി. രാവിലെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നുമില്ല, അത്യാവശ്യമുണ്ട്. രാത്രിയാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഈ കാണുന്നതിനേക്കാളും തിരക്കായിരിക്കും രാവിലെ. അങ്ങനെ ഞങ്ങൾ തൊഴുതു. പിന്നെ തുമ്പച്ചേച്ചിക്ക് അതിയായ ആഗ്രഹം മറ്റേ ആ ബോട്ട് പോലെ ഇരിക്കുന്ന സ്ഥലത്ത് കയറിയേ പറ്റൂന്ന്. എനിക്ക് അതിലോട്ട് കയറാറായപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനൊക്കെയായി. ഞാൻ മറ്റേ തൊട്ടിയാട്ടോ അതിൽ കയറിയപ്പം എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. പക്ഷേ ഇതിൽ കയറാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല, എൻ്റെ അകത്ത് കയറിയിരുന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലായിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കിളിയൊക്കെ പോയി, എന്തോ പോലായിരുന്നു. അതും അറ്റത്ത് പോയിരിക്കാന്ന് പറഞ്ഞ് വെള്ളം വെച്ച് അറ്റത്ത് പോയിരുന്നു. അയ്യോ, അതൊന്ന് പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓച്ചിറ ഫുള്ള് കാണാം നമുക്ക് അവിടെ ഇരുന്ന്. പിന്നെ ഒരാളിവിടെ കരഞ്ഞു കൂവി എൻ്റെ അകത്തിരുന്നിട്ട് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ്.
പിന്നെ തുമ്പച്ചേച്ചിക്ക് പിന്നെ ഒരു ആഗ്രഹം പാൽ സർബത്ത് കുടിക്കാൻ. എനിക്ക് ഒട്ടും ഇങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, എന്തോ പേരയ്ക്കൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ എല്ലാം കുറച്ച് കണ്ടു. രാത്രി ആട്ടോ കുറച്ചും കൂടെ ഭംഗി കാണാൻ, ലൈറ്റും ഒക്കെ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറി കായംകുളത്തോട്ടുള്ള. പക്ഷേ ഞങ്ങൾ ഭയങ്കര മണ്ടത്തരമാണ് കാണിച്ചത്. ഡയറക്റ്റ് ഹരിപ്പാട്ട് ബസ് കയറിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കായംകുളത്ത് ഇറങ്ങി അവിടെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ഹരിപ്പാട് ബസ് വന്നു. അങ്ങനെ ഹരിപ്പാട് ബസ്സിന് കയറി ഏവൂർ ഇറങ്ങി കുറച്ച് നടന്നു, പിന്നെ വീട്ടിൽ വന്നു.